അവിടെ ഇരിപ്പുണ്ടോ പഠിക്കുന്നത് നോക്കി അതിവിടെ കേസാട്ടോ. എല്ലാം ഇല്ലെങ്കിൽ ഇവിടെ വലിയ വിഷയം പിടിച്ചു കഴിഞ്ഞാൽ. ലിപി ഒന്നും കൂടി തുറന്നേ. ഇത് ഇന്ത്യ ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഇന്ത്യ ഇന്ത്യ ഹോം ഹോം ഹൗസ് യു നോ ഇംഗ്ലീഷ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഇന്നലെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പനി പിടിച്ചു. അതിശക്തമായ കോൾഡാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പുറത്തുനിന്ന് ഞങ്ങൾക്ക് തണുപ്പ് എന്താ ഗൈസ് നോക്കൂ, അതായത് പനി പിടിച്ചു. നമ്മൾ മോസ്കോയ്ക്ക് പോകുന്ന വഴിക്കാണ്. ഇനി മോസ്കോയ്ക്ക് 1000 ചില്ലറ കിലോമീറ്ററും കൂടി ഉണ്ട്. ആ 1000 ചില്ലറ കിലോമീറ്റർ നമ്മൾ 4 വരിക്കാണ് പോകുന്നത്. അതിപ്പോൾ നമുക്ക് 100 കിലോമീറ്റർ സ്പീഡ് എടുത്ത് പോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ റോഡിൽ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. അതായത് നമുക്ക് 2 വഴിയുണ്ട്. ടോൾ കൊടുത്തും പോവാം, ടോൾ കൊടുക്കാതെയും പോവാം. നമ്മൾ ടോൾ കൊടുത്താണ് പോകുന്നത്. ഏതാണ്ട് 3000 രൂപ വരും. ഇവിടുന്ന് 1200-1400 കിലോമീറ്റർ നമ്മൾ മോസ്കോ വരെ എത്താൻ നേരത്തെ. ഇവിടെ അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ ബോർഡർ കടന്നു വന്നത്. ഇതിലെ വേണം നമുക്ക് തിരിച്ച് മോസ്കോയിലേക്ക് പോകാൻ വേണ്ടിയും. അതായത് ഈ കാണുന്നതൊക്കെ റഷ്യയുടെ ഗ്രാമപ്രദേശങ്ങളാണ്. എന്ത് രസമാണ്. ഏതാടാ ഗൈസ് നോക്ക്, ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഗ്രാമ വീടുകൾ. പോകുന്ന വഴിക്ക് നമുക്ക് വീടുകളും സംവിധാനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങും. മഞ്ഞ് പെയ്തെങ്കിൽ എല്ലാം പാടായിരിക്കും. കാരണം ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ തണുപ്പല്ല. അയ്യോ, ഇന്നലെ രാത്രിയിലെ വണ്ടി ഓടിച്ചപ്പോ ലാസ്റ്റ് ഇന്നലെയാണ് മിനിഞ്ഞാന്ന് ഈ മഞ്ഞ് വീണിട്ട് രാത്രി കണ്ണീനൊക്കെ എന്താ പോലെയായി. പിന്നെ നമ്മളിന്ന് 2 പമ്പ് എണ്ണ അടിച്ചു. അതായത് എണ്ണ അടിച്ചിട്ട് കയറിയില്ലല്ലോ അവർ ബാക്കി. പിന്നെ അത് സുമാറാവും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണ്ട് ഇവിടെ എണ്ണയൊക്കെ അടിക്കാൻ. ഇന്നലെ 5 ലിറ്റർ സുമാറായി, ഇന്ന് 3 ലിറ്റർ സുമാറായി. ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇങ്ങനെ നീളത്തിൽ കിടക്കുവാണ് മഞ്ഞ്. അതായത് അങ്ങ് നീളത്തിൽ കിടക്കട്ടെ. പോപ്പുലേഷൻ വളരെ കുറവാണല്ലോ. ഈ രാജ്യത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കാൻ നേരത്ത് ഇതിൻ്റെ 1% പോലെയുള്ള പോപ്പുലേഷൻ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ രാജ്യം. ഒരു അറ്റത്തുനിന്ന് മറ്റൊരു അറ്റത്തേക്ക് അപ്രോക്സിമേറ്റ് 25,000 വരുന്നു. ഇവിടെ കസാക്കിസ്ഥാൻ ശ്രദ്ധിച്ചോ, അതായത് ഒരു 35 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരെ എങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റൂല. വളരെ കുറവാണ്. ഗൈസ് ഇതൊക്കെ ഓരോ പെട്രോൾ പമ്പുകളാണ്. ഈ പെട്രോൾ പമ്പുകളൊക്കെ മഞ്ഞ് വീണ് കിടക്കുവാണ്. ഇത് കുറേ കമ്പനികളുടെ പെട്രോൾ പമ്പ് സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇത് ABC അങ്ങനെ കുറേ ഉണ്ട്. കിട്ടുന്നിടത്തൊക്കെ അടിച്ചോളാം. DT എന്ന് പറഞ്ഞാൽ മതി. DT അതേപോലെ തന്നെ കറുത്ത സാധനം കഴിക്കാൻ അതിന്റെ നോസിൽ. യെസ് ഗൈസ്, നമ്മൾ ഏതാണ്ട് ഒരു 14, 12, 13 ദിവസമാണ് മാക്സിമം നമ്മൾ മോസ്കോയിൽ നിൽക്കാൻ വേണ്ടി. ഇത് ഇന്നലെ ഞാൻ എഴുതി കാണിച്ചു കൊടുത്ത കേട്ടോ, 20 ലിറ്റർ വേണ്ടതെന്നുള്ള. അപ്പം നമ്മളൊരു 14, 12 മാക്സിമം നമ്മൾ അത്ര നിൽക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പിന്നെ വിസ കാർഡോ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡോ അങ്ങനത്തെ ഒരു കാർഡുകളും വർക്കാവില്ല. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പൈസ വേണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ VPN ആണ്. ഇവിടെ യൂട്യൂബും ഫേസ്ബുക്കും വർക്കാവില്ല. ഭയങ്കര പാടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. റഷ്യയും ചൈനയൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഓവർ ദിവസം നിൽക്കണമെങ്കിൽ വലിയ പൈസ ചിലവാകും. അപ്പം എണ്ണയ്ക്കൊക്കെ നാട്ടിലെ 50 രൂപ അത്ര പറ്റുള്ളൂ കേട്ടോ. നാട്ടിലെ 50 രൂപ 60 രൂപ വരും ഡീസലിന്. പെട്രോളിന് പൈസ ഏറ്റവും കൂടിയ സാധനത്തിന് 62 രൂപ. അപ്പൊ നാട്ടിൽ 62 രൂപ വരുന്നുണ്ട്. നമ്മളടിച്ച് അത് തന്നെ AT വരുന്ന സാധനം 62 രൂപ. ഡീസലിന് നമ്മുടെ നാട്ടിലത്തെ 62 രൂപയാണ് ഇവിടെയും. അത് കറക്റ്റ്. അത് ഇപ്പം പൈസ പോലീസുകാരെ സൂക്ഷിക്കണം. പോയിന്റ് സ്വല്പം വ്യത്യാസമുള്ള അല്ലേ ഇവനെ. നിങ്ങൾ ഈ റൂട്ടിൽ വരാൻ നേരത്തെ ഇവിടുത്തെ പോലീസുകാരെ ശ്രദ്ധിക്കണം. ഇവരെ ഫസ്റ്റ് മാമൂല് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങളടുത്ത് കുറേ സ്ഥലത്തുനിന്ന് മേടിച്ചു. അതായത് വലിയ പൈസയില്ല, നാട്ടിൽ 200 രൂപ. പക്ഷെ ഇവിടെ എല്ലാവരും കൊടുക്കും എന്നുള്ളതാണ് അന്വേഷിച്ചപ്പം അറിയാൻ പറ്റിയത്. റോഡിന്റെ സൈഡിലെ ഫുള്ള് എനിക്ക് വന്നത് സമ്മർ ടൈമിൽ പച്ചപ്പായിരിക്കട്ടെ. ഫുൾ ഇപ്പം വിന്റർ ആയതുകൊണ്ട് മഞ്ഞ് പിടിച്ച് ഇതേപോലെ കിടക്കും കേട്ടോ. മഞ്ഞ് പിടിച്ച് ഇതേപോലെ കിടക്കും. ഇതിങ്ങനെ ഈ റോഡിന്റെ അങ്ങേ അറ്റം വരെ ഇതേപോലെ തന്നെ കേട്ടോ. വണ്ടിക്ക് വേണ്ട മെയിൻ സാധനമാണ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസും ബാക്കിയുള്ള സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷനില്ല. നമ്മൾ അത് കിട്ടിയില്ലായിരുന്നു. ഈ ടൗണിൽ നിന്ന് എടുക്കാനായിരുന്നു ഉദ്ദേശം. അത് വമ്പൻ ടൗൺ കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും കയറുന്നില്ലായിരുന്നു. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട കയറ്റിയല്ല. അതായത് ഇവിടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതായത് ഗൂഗിളിന്റെ ഒരു സാധനവും അമേരിക്ക ഒരു സാധനം ഇവിടെ വർക്ക് ചെയ്യില്ല. അതിപ്പം പുറത്തുനിന്ന് കയറുവാണെങ്കിൽ എല്ലാ പമ്പുകളിലും വിസയുടെയും ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപരോധത്തിന് മുന്നേ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഇതൊക്കെ വർക്കാകുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുകൊണ്ടോ ഈ കാണുന്ന ഇവിടെ നിന്നൊരു കിടിലൻ ഗ്രാമം വരുന്നുണ്ട്.
വലിയ ടൗണാണ് അത്. എനിക്ക് തോന്നുന്നു നമ്മൾ സഞ്ചരിച്ചതിൽ ഏറ്റവും വലിയ ടൗണാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എടാ ലിബിനെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെയുള്ള എല്ലാ നദികളും ഫ്രീസാട്ടോ. മലമ്പ്രദേശങ്ങളിൽ ഇരിക്കുന്ന വീടുകളുണ്ട്, ദൂരെയാന്ന് എല്ലാം തണുത്ത് അറിഞ്ഞിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ വലിയ വമ്പ് കമ്പനിയും തോന്നുന്നു. അവിടെ 66 കേട്ടോ ഇവിടെ ഡീറ്റിക്ക്. വിന്റർ ഡീറ്റി ആണ്. ഇതുണ്ട് നോക്കിയാ, ദൂരെ വീടുകൾ എങ്ങനെ തട്ടായിട്ട് കടത്തിയാക്കണേ നോക്കണേ. എന്ത് രസമാണെന്ന് കാണാൻ വേണ്ടി. ഇതിന്റെ അകത്തൂടെ ഒക്കെ റോഡുണ്ട്, റോഡെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. നേരം വരെ 2 വരിയായിരുന്നു. നമ്മളിപ്പോ ഇവിടുന്ന് തിരിഞ്ഞ് 2 വരിയിലേക്ക് കയറുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആണോ? അതെ 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 അതെ. ഒന്ന് ഒതുക്കി പിടിക്കണോടാ ലിവിനെ, ഒന്ന് ഒതുക്കി നോക്കണോ? റൂട്ട് നമ്മുടെ റൂട്ടേ ചെറിയ സംശയം. നമ്മള് മറ്റേ ടോളില്ലാത്ത റോഡാണ് എടുത്തത്. മണിക്കൂർ 1130 കിലോമീറ്റർ. 11 മണിക്കൂറും കൊണ്ട് 1100 കിലോമീറ്റർ ഓടാൻ പറ്റുമോ? എക്സ്പ്രസ് വേ ആണോ? വേറെ സ്റ്റോപ്പ്? നമ്മളിപ്പം ചമ്മാൻ വേണ്ടി പോകുന്നത് കണ്ടോ നോക്കിയേ. ഇതേ നേരെ നമ്മൾ ഇതേപോലത്തെ ഒരു ഇന്ത്യയിലുള്ള പോലെ തന്നെ ഒരു കണക്ഷൻ റോഡിൽ കയറി 4 ലൈനിൽ കയറുമായിരിക്കും കേട്ടോ. ഇവിടുത്തെ കട്ടർ ഇപ്പൊ നോക്കരുത്, അതിനകത്ത് മഞ്ഞ് കാരണം അസാമാന്യ വീടുകളാട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ റഷ്യ അത്രയും വലിയ രാജ്യമുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരവും ഓരോ രീതികളും സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും. വണ്ടിയുണ്ടോ സൈഡിൽ നിന്ന് വണ്ടിയുണ്ടോ? ഓക്കെ റൈറ്റ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി 4 വരിപ്പാത കയറി. ഇതാണ് ഇവരുടെ 4 വരിപ്പാത കേട്ടോ. ഭാഷ അറിയില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സമ്പർക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ കേട്ടോ. ആൾക്കാർ സൂപ്പറാണ്, പക്ഷേ സംസാരിച്ച് പിടിച്ചിരിക്കണം. റഷ്യൻ അറിയാമെങ്കിൽ ഓക്കെയാണ്, കാരണം ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ലഭിക്കുമല്ലോ ഇവന്? എനിക്കും തോന്നുന്നേ ഒരു ഭയങ്കര സഹായ അനുഭവം. 4 വരിപ്പാതയിൽ ഇതാ ടോൾ കൊടുക്കാൻ തയ്യാറായി ഞാനും ഇവനും കയറിയതാ. കിട്ടിയത് വീണ്ടും 2 വരിപ്പാത. എനിക്ക് തോന്നുന്നത് നേരെയുള്ള റോഡ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത റോഡ്, എല്ലാം പാച്ചൊക്കെ അടച്ച റോഡാണ്. ചിലപ്പോൾ പറയാൻ പറ്റൂല. Nobody's watching me. I'm gonna dance by myself like nobody's watching. Don't really care if my rhythm's off, 'cause I'm gonna dance like nobody's watching me. I'm gonna dance, 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 dance. I'm gonna dance, 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 dance. I'm gonna dance, dance, dance like nobody's watching me. മഞ്ഞിലോടുന്ന വണ്ടി, എന്ത് വണ്ടി അത്? മഞ്ഞിലോടുന്ന എന്തോ പ്രത്യേകതരം വണ്ടി കേട്ടോ. ഇത് റഷ്യ മാത്രമുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അമ്മാവൻ വണ്ടിയാണോ അത്? അല്ലേ? അത്ര പൊക്കമുണ്ട്, പക്ഷെ സാധാ ടയറാണ്, നമ്മുടെ JCB ഒക്കെ ടയർ പോലെ. സൂര്യകാന്തി അവനെ. ഈ സൈഡൊക്കെ പല ടൈപ്പ് കൃഷികളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ വിന്ററിന് നശിച്ചാണ്. സമ്മറി വന്ന പൊളിയായിരിക്കും കേട്ടോ. സൂര്യകാന്തി, ഞാൻ പറഞ്ഞ പോലെ സൂര്യകാന്തി തന്നെയാണ്. ആണോ? ക്യാമറ അടിക്കുന്ന ഇതേപോലെ ബ്ലിങ്ക് ചെയ്യും കേട്ടോ. ഫുൾ പോലീസാ? ഇതുണ്ട് ഇതേപോലെ എത്ര മീറ്ററിലാണ് നമ്മുടെ വണ്ടി, സ്പീഡിലാണോ പോകുന്നത്, അവിടെ ക്യാമറയുണ്ട്. ഇതെല്ലാം ഈ ആൻഡെക്സിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് ഗൂഗിൾ മാപ്പ് ഈ സിസ്റ്റം കൊണ്ടുവന്ന സമയം കഴിഞ്ഞില്ലേ? ബേക്കിന്നാണ് ഇവിടുത്തെ എല്ലാം എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, ഇവനെ ക്യാമറ ഉണ്ട്, അവിടെ ഒന്നും സിഗ്നലുകളില്ല. എത്ര കിലോമീറ്റർ ഒന്നും പോണം, ഇവിടെ ഒക്കെ മുകളിൽ സിഗ്നൽ. അതെ, ക്യാമറ ഉണ്ടെന്നുള്ള സിഗ്നൽ ഉണ്ട് കണ്ടമാനം. ഈ കാണുന്ന ഒരു ബ്രിഡ്ജാട്ടോ. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പുഴേനെ ക്രോസ് ചെയ്യാം. എന്നാ പൊക്കമല്ലേ ആ പുഴയുടെ ഗതിയെ കാണിച്ചു കേട്ടോ. ഫ്രീസായി കിടക്കുന്നു. ഇവിടെ വണ്ടി നിർത്താൻ ഓപ്ഷൻ ഇല്ല, അല്ലാതെ നമുക്ക് നിർത്തായിരുന്നു കേട്ടോ. ഇവിടെ വണ്ടി കറക്റ്റ് സ്ഥലമുള്ള ഇത് വില്ലേജ് സൈഡായിട്ട്. ഇത് കണ്ടോ, ഒരു പുഴ ഫ്രീസായിട്ട് കിടക്കുന്ന നോക്കി. നോക്കണാലി പിന്നെ. അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ തണുപ്പെന്ന് ചിന്തിച്ചു നോക്കിയേ. വേറെ കാര്യം ഉണ്ടായിരുന്നു, ഇതിപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ അകത്തൂടെ നമ്മുടെ സ്റ്റേറ്റ് കിങ്ങോ അങ്ങനെ എന്താ സാധനമില്ല. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടോ? ഇത് കണ്ടോ, വില്ലേജുകൾ കിടക്കുന്ന നോക്കി. എന്ത് രസമല്ല കാണാൻ വേണ്ടിയല്ലേ ഇവനെ. അതിന്റെ അടുത്ത് റെയിൽവേ, ഇത് റെയിൽവേ പോകുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേ ശൃംഖല ഏറ്റവും കൂടുതലുള്ള റഷ്യയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ റഷ്യ എന്നുള്ളതാണ് എന്റെ വിശ്വാസം ലോകത്ത് കേട്ടോ. ലിബിനെ, ഏത് അമേരിക്ക കഴിഞ്ഞാല് ഏറ്റവും ഇന്ത്യക്കല്ലേ? 3 ഇന്ത്യ. ഈ കാണുന്ന എല്ലാം ഇതിന്റെ വില്ലേജ് ഏരിയകളാട്ടോ. അതായത് കസാക്കിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ ഫുള്ള്. എല്ലാ ഭാഗങ്ങളും മൊത്തം എന്തായി കിടക്കുവാണ്, അതായത് മഞ്ഞ് വീട് കിടക്കുക കേട്ടോ. ഫൈനലി ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇതൊരു പെട്രോൾ പമ്പാട്ടോ. ഇത് ഹൈവേ ആണ്. 4 വരിപ്പാത ഞങ്ങൾ ഫൈനലി കയറി. ഇവിടെ എല്ലാം മെഡിക്കൽ സഹായം കിട്ടും കേട്ടോ. അതായത് ഞങ്ങൾ ടോയ്ലറ്റിൽ പോകാനും പിന്നെ അതേപോലെ തന്നെ നേരം വെളുത്ത് ഭക്ഷണം കഴിച്ചല്ലേ, ഭക്ഷണം കഴിക്കാനാണ് ഈ കാണുന്ന പമ്പിൽ കയറി ഭക്ഷണം കഴിച്ചു.
അപ്പോൾ അതിന് ശേഷം വാഹനം ഇവിടെ നിർത്തിയിട്ട് ഓഫാക്കാൻ പറ്റില്ല. ഓഫായി പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഓഫായി ചത്തു, നമ്മളും ചത്തു, വണ്ടിയും ചത്തു. ഗൈസ് അതാണ് യാഥാർത്ഥ്യം. ഇതുണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഹോസ്പിറ്റലുകൾ, റെഡിമെയ്ഡ് ഹോസ്പിറ്റലും സംവിധാനങ്ങളും കാര്യങ്ങളും. അപ്പാപ്പൻ ഡോക്ടറാ അതിനാ പുള്ളിക്കാരൻ നേരത്തെ സീറ്റും വെച്ചിട്ടില്ലേ. ഗൈസ് ഇതുണ്ട് ഇവിടെയൊക്കെ പ്രത്യേക ടൈപ്പ് എന്താ പറയുക വുഡ് കൊണ്ടുള്ള ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സമ്മറായിരുന്നു പൊളിച്ചാനും കേട്ടോ. വേണ്ട ഞാൻ വണ്ടിയുടെ ഒരു ഹെഡ്ലാമ്പ് അടിച്ചത് നോക്കി, അതിവിടെ കേസാട്ടോ. ഹെഡ്ലാമ്പ് ഇല്ലെങ്കിൽ ഇവിടെ വലിയ വിഷയം പിടിച്ചു കഴിഞ്ഞാൽ. ലിപി ഒന്നുകൂടി തുറന്നേ, ഒന്നുകൂടി തുറക്കാവോ? അത് നോക്കട്ടെ, അടിച്ചു പോയെങ്കിൽ മേടിക്കേണ്ടി വരും. H4 ആണോ ഏതാണെന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഒന്ന് നോക്കിക്കടാ പൊക്കാൻ വേണ്ടി. അതെന്താ പറ്റി കേട്ടാ, കഴിഞ്ഞ ദിവസം തൊട്ടേ പൊങ്ങി കൈഡ് നോക്കണേ, ബെൽറ്റ് കൈ കൊടുക്കാനേ. പിടിച്ചോളാ, നീ ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഒരു താത്തിക്ക് വെളുത്തല്ലേ, അവിടുത്തെ വെളുത്താണ് കത്തുന്നത്. നോക്കിയേ, മേളത്തെ കത്തുന്നുണ്ട്. താഴത്തെ പോയി കൈ നോക്കണേ. അടിച്ചു പോയി. എവിടെ കിട്ടൂല, വാങ്ങാൻ പമ്പി കിട്ടും. ആ ലൈറ്റിങ് ഊര്. ഹായ്, ഇന്ത്യ. ട്രാവലിംഗ്. Indian car. Really? Yeah. You are right. Yeah. India, Nepal, China, Kazakhstan, especially and Russia. Russia to Georgia, Armenia, to Europe. Then we are going to you. Europe. ഇവിടെ കിട്ടിയ സാധനം നമുക്ക് മോസ്കോയിൽ നിന്ന് മേടിക്കുന്ന ബുദ്ധി ആണോ? പിന്നെ ഈ പമ്പിൻ്റെ അകത്ത് എല്ലാത്തിനും പൈസ കൂടുതലായിരിക്കും. പോവാടാ. ഓക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അമ്മയ്ക്ക് നമ്മളവിടെ ഈ ഹിന്ദിക്കാര് ചുത്തിയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഓഫാക്കിയോ? ഇല്ല പറഞ്ഞേ ഇല്ല, നമ്മുടെ അവിടെ ചുത്തിയാന്ന് വിളിക്കൂലേ തമാശക്ക്, അതേപോലെ തന്നെ രണ്ടു പറഞ്ഞ് അമ്മയ്ക്കായിട്ട് വിളിക്കുക. എന്നാ പറയാതെ ഇതൊരു തമാശയാ പോലും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഫസ്റ്റ് വരുന്നവന് എന്നെ സംബന്ധിച്ച് തമാശന്ന് അവർക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഇവർ കൊടുത്ത് ഇടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാവുള്ളൂ. ഒട്ടക്കത്തെ ആരോഗ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് അമ്മയ്ക്ക് വിളി കേട്ടോ. എന്താ ചെയ്യാനാ, പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നെ കണ്ണടച്ച് കാണിച്ചു. ഞാൻ കേൾക്കാത്ത പോലെ അവിടെ നിന്നു. എന്തിനാ അവിടെ തല്ലുകൊള്ളുന്നത്? ഇതാണ് വഴി. ഈ മണലൊക്കെ വാരിയിട്ട് അതിൻ്റെ അത്ര വണ്ടി ഓടിക്കില്ല. അതേപോലെ ഇതുണ്ട്, ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ. വണ്ടി തന്നെയുണ്ട്, സ്ലിപ്പറിയാ. ഇതാണ് ഹോസ്പിറ്റൽ. ഇത് ഈ എന്താ പറയാ, ട്രക്കിന് കൊണ്ട് വലിച്ചു വെച്ചാക്കുന്ന ഹോസ്പിറ്റലാ. 112 കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റല് നമ്പർ. ലോറി ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സഹായം കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അവിടെ ആംബുലൻസ് ഉണ്ട് കേട്ടാ. ഹൈവേയിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ 101 അല്ലേ? ഇന്ത്യയിലും റഷ്യയിലൊക്കെ ഉണ്ട്. കസാക്കിൽ ഇതില്ലായിരുന്നു കേട്ടോ. കസാക്കില്ല. പോക്കുണ്ടോ? ഏറ്റവും കൂടുതൽ റോട്ടിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മലേഷ്യയിലാണ്. ഞങ്ങൾ മൂത്രം ഒഴിക്കാൻ നിർത്തിയിട്ടാണ് ഞങ്ങളെ പിടിച്ചിട്ട് പ്രോബ്ലം. എന്താണ് പ്രശ്നം? ഞങ്ങൾ പരിഹരിച്ചു തരാന്നാ ഒരു മലേഷ്യക്കാര് പറയുന്നത്. ഞങ്ങൾ പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്ന റോഡിൽ മൂത്രം ഒഴിക്കാൻ പറ്റൂല. പൈൻ കാടുകളാട്ടോ. ഇങ്ങോട്ട് മഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട്. ഇല മൊട്ട് കണ്ടില്ലേ ഗൈസ്? ഇങ്ങോട്ട് ഫുൾ പൈൻ കാടുകളാട്ടോ. ഓ സൂപ്പർ ഗൈസ്. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ റഷ്യയിലെ ഭയങ്കര പ്രത്യേകതകളാട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾക്ക്. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് ബസ് സ്റ്റോപ്പാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാട്ടോ. പക്ഷെ ബസ്സൊന്നും കാണാനൊന്നുമില്ല. ഇത് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം. ബസ് ഇല്ലാത്തടത്ത് ഇവിടെ ആളില്ലടാ. പിന്നെ എന്തിനാ ബസ് സ്റ്റോപ്പ്? ഇത് ഒരു 2 മാസം മുന്നേ ആയിരുന്നു നമുക്ക് ഇവിടെ വെച്ച് ചോറും കറിയും വെച്ചിട്ട് പോവായിരുന്നു. സത്യം കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ വീടുകളാട്ടോ. ഈ പോകുന്ന വഴിക്ക് ഇതൊക്കെ വില്ലേജിലേക്ക് പോകുന്ന വഴികൾ. ഇത് വില്ലേജിലേക്ക് പോകുന്ന വഴി ഫുള്ള് മഞ്ഞാണ്. വഴികളും സംഭവങ്ങളൊക്കെ ആട്ടോ. ഈ വില്ലേജിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൂടും. കാര്യം എന്താ വെച്ചാൽ ഈ പൊക്കത്തിൽ മഞ്ഞ പോയി നോക്കി ഫുള്ള് മഞ്ഞാട്ടോ. അങ്ങോട്ട് നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു വില്ലേജ് ഇട്ടാണ് തീർച്ചയായിട്ടും കയറണം. മഞ്ഞ് കിടക്കുന്ന കിടപ്പ് നോക്കിയാൽ ഇതിലെ നമ്മുടെ വണ്ടി കയറത്തില്ല കേട്ടോ. കാരണം പിന്നെ മണ്ണാണ്, റോഡ് അല്ല കേട്ടോ അവിടുത്തെ സെറ്റപ്പ്. നീ പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി. തെറ്റാണ് നീ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാല് അത് ഉപ്പും മറ്റേ മണ്ണും കൂടെ സ്പ്രേ ചെയ്യുന്ന അത്, അല്ലാതെ അത് മണ്ണല്ലത്. നമ്മുടെ വണ്ടി ഉറപ്പായി പോയി കഴിഞ്ഞാൽ തെന്നുകയും ചെയ്യും. അതേപോലെ വണ്ടിക്ക് തുരുമ്പും കയറും. അങ്ങനെ വിഷയം കേട്ടോ. ലിവി പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് ഈ റൂട്ടിൽ പാച്ച് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ വണ്ടി ആട് നോക്കി നോക്ക്. സത്യം ഗൈസ്, ഓരോ വണ്ടികൾ പോകുമ്പോൾ നമ്മുടെ വണ്ടി ആരും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മഞ്ഞുകാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്ന എത്ര അഴുക്കാന്നറിയാം. കാരണം അതൊരു കാര്യം, ഇവിടെ ഉപ്പിടും കേട്ടോ. അപ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് പാച്ച് കയറി വണ്ടി നശിക്കും. അതൊരു പ്രശ്നമുണ്ട് കേട്ടോ.
വോൾവോയും സ്കാനിയൊക്കെ എന്തോരാ ബെൻസൊക്കെ പോകുന്നതെന്ന് നോക്കിയേ. ദൈവമേ, പട പോക്കാട്ടോ. നമുക്ക് നൈസായിട്ട് വണ്ടി എടുക്കാം പോലീസ് പിടിക്കുന്നതിന് മുമ്പ്. വാടക ടോൾ ബൂത്ത് എത്തിയിരിക്കും. നമ്മളങ്ങനെ റഷ്യയുടെ ടോൾ ബൂത്ത് കയറാൻ പോവാണ്. നമ്മുടെ കാറിന് 130, 300 പട്ടിക ചെയ്താ അല്ല, നമുക്ക് 260 തരും. 260 തരും. അങ്ങനെ ഫൈനലി ഇവരെ എക്സ്പ്രസ് വേ കയറും കേട്ടോ. റഷ്യൻ മണം എന്നാന്ന് ചോദിച്ചില്ലേ? അതാണ് മണം. എന്തോ ഫാക്ടറി ഓർത്തി എനിക്കൊന്ന് കൂടിയ മെഡിസിൻ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, തൊട്ടിപ്പുറത്തെ വശത്തോട്ടൊന്നും നോക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് മഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. തണുപ്പ് ഈ പറയുന്ന അത്ര വലിയ തണുപ്പില്ല, എന്നാലും കുഴപ്പമില്ല. അത് എന്നാണ് അത് ഫാക്ടറി ഈ ക്യാമറ കണ്ണുകൾ എന്നെ കാണിച്ചു തരുന്നത് നല്ല എനിക്ക് ഡീസലിന്റെ വല്ലതാണ് അതിനെ. ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ആണല്ലോ. പോലീസ് പിടിച്ചു. അങ്ങോട്ട് നിൽക്കാതെ നിൽക്കുന്നു. കിട്ടിയോ? കൊറേ നേരമായിട്ട് നിന്നെ വിടാൻ ചെന്നാടാ. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ. അതറിയൊന്നുമില്ല. എന്നാ തിന്നാൻ കൊടുക്കണ്ടേ? അമ്മാര് മറ്റേതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് എവിടെ ഇരിപ്പുണ്ട്? മിച്ചർ പൊട്ടിച്ചു അമ്മേ സൈഡിൽ. ഇങ്ങോട്ട് പൈസ അവിടെ ഇരിപ്പുണ്ടാ ഇവന് തിന്നാൻ. മധുരമുള്ള കൊടുക്കും, മധുരമുള്ള സ്വീറ്റ്. കിട്ടിയോ? ഉണ്ടോ? കാവർത്ത് കൊടുക്കും. നല്ല പോലീസ്. സാധാരണ കൈക്കൂലല്ലേ ചോദിക്കുന്നേ, ഇത് ഇങ്ങോട്ട് പൈസ. Banana chips. Banana chips. In my place, Good. Kerala. Не холодно? Ход. What? Pepper. Moscow. Moscow. Tbilisi. Friends. Brother. Brother, да? Да. Ebin, Libin. Родные брат. Ebin, Libin. Vargis. Авто. Да. Do. Thank you very much. Good taste. Goodbye. Okay. Goodbye. Да. Всего доброго. Да. Вон, блядь, все в камере. Вон, видишь, камеры. No, bro. No. Не надо. No. Не надо, нет. Да. Все в камере. പൈസ കൊടുത്ത് കയറാൻ വേണ്ടി പോവാണ്. റഷ്യയിൽ എത്രയാവും അറിയത്തില്ല. ആദ്യത്തെ തവണയാണ് അപ്പുറത്ത് കയറാനല്ല, അല്ല നടുക്കത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ ടോൾ ബൂത്ത്. ഗൈസ്, എടാ -4 ഉള്ളൂ. ഫീൽ ലൈക്ക് -4 -4 -4 ഉള്ളൂ കേട്ടോ. വലിയ ഇതൊന്നുമില്ല. ദൈവം, ഇവിടെ ആളില്ല. സോവിറ്റ് ടോൾ ബൂത്ത്. Yeah, I am Indian. Vehicle is Indian. Yeah, come in. നീ കോളെ പിടിച്ച് വെക്കിയോ? This is close. ക്ലോസ്. Please help. ഗൈസ്, ഇതൊരു മതി. പിന്നെ ഒരു ഭീകര സംഭവമാണല്ലോ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയത് My vehicle is Indian vehicle. No. Hindu. Indian vehicle. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതേപോലെ. കാർഡുണ്ടായിരുന്ന കാർഡ്. Come in. I have not money. I have only money. Enter.
Enter. Enter means? Green, enter, green. Green. വന്നു ഓക്കെ താങ്ക് യു എൻ്ററിങ് കേട്ടോ. അപ്പോൾ ഇവിടെ അല്ല, ഇത് എൻ്ററിങ്ങാ. എവിടെയാണ് എക്സിറ്റ് അടിക്കുന്നത് അവിടെയാണ് പൈസ കൊടുക്കണ്ട കേട്ടോ. ലിബിനെ എവിടെയാണ് എക്സിറ്റ്? അവിടെയാണ്. പൈസ മേടിക്കാനാണ്. അതെ ഇതാ കിട്ടി, സാധനം കിട്ടിയതാ. എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ സമയത്തിനുള്ളിൽ ഞാൻ വണ്ടി കടത്തട്ടെ. അതിനാ പേടിയാവുന്നല്ലേ ഓരോ സാധനങ്ങൾ കാണും. ഇവരുടെ ഒരുപാട് ഭീകരതയാവും എല്ലാത്തിനും. എന്റെ പൊന്നെ, ഇത് നോക്കിയേ. മാക്സിമം ഈ റൂട്ടിൽ നമുക്ക് ഓടാൻ പറ്റിയത് 110 പോയനെ കേട്ടോ. അതിനാ ആ മഞ്ഞ വണ്ടി ഇങ്ങോട്ട് കേറി വന്നു. അതെ, മഞ്ഞ് നീക്കുന്ന മാക്സിമം 110 അവിടെ 110 ആകുമ്പോ 20 കിലോമീറ്റർ സ്പീഡ്. അത് മഞ്ഞ് തെറിപ്പിക്കുന്ന നോക്കിയേ. അതാ ഏടാ, ആ സൈഡിലേ മഞ്ഞുണ്ടായിരുന്നു, ആ മഞ്ഞിനെ അടിച്ച് തെറിപ്പിക്കുന്ന കാണുന്നത്. അതവിടെ കറക്റ്റ് ഉണ്ടല്ലോ ലിവിനെ. അങ്ങോട്ട് 110 km/h നമ്മുടെ വണ്ടി ഓടാൻ പാടില്ല. നമ്മുടെ വണ്ടിക്ക് അതേ ഉള്ളൂ. 20 കിലോമീറ്റർ കൂടി ഓടിക്കാന്ന് പറഞ്ഞേ. അങ്ങനെയുള്ള കൂടുതലാണ് ഫൈൻ വരിക. അല്ല നമുക്ക് പ്രശ്നമില്ല, നമ്മളെ ചവിട്ടി പിടിച്ചാലും 110 വരുവുള്ളൂ. പോകുന്ന വഴിയൊക്കെ അസാമാന്യ. പക്ഷെ വണ്ടി നമുക്ക് ഒതുക്കാൻ പറ്റില്ല. വണ്ടി ഒതുക്കി കഴിഞ്ഞാൽ ഒന്ന് എയർ എടുത്ത് നമ്മളെ കൊണ്ടുപോകും. അല്ലെ വെഹിക്കിൾ വണ്ടി ടക്കടക്കാറ്. എന്റെ അമ്മ, പൈൻ ഫോറസ്റ്റ് എന്ത് രസം നോക്കി കാണാൻ വേണ്ടി. ഇതിന് പിന്നെ നമ്മൾ ഇവിടെ ഇതേപോലെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇതിനു മുമ്പേ നമ്മൾ ഇതേപോലെ കണ്ടിരിക്കുന്നത് ഡാർജിലിംഗ്. മഴ പെയ്യുമ്പോഴത്തേന് ഇവിടുത്തെ തണുപ്പ് മൊത്തം അങ്ങോട്ട് മാറും. ഗൈസ് നോക്കൂ, ഇനിയിപ്പോ ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ചെയ്യണം. മൊത്തത്തില് ഒരു എന്താ പറയാ, നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിലേക്ക് സാഹചര്യം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. -4 വരെയൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുമോ? നമ്മുടെ അവിടെ പിന്നെ ഗൂഗിൾ മാപ്പിന് മാപ്പ് പോകുന്ന പോലെ തന്നെ ഇത് ഇവിടെ യാൻഡക്സും പോയിട്ടോ. വഴി തെറ്റിയില്ലെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ പമ്പ് വരെ കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാം ഉൾട്ടയാട്ടോ. എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ അറിയത്തില്ല. നേരെ വഴിയുണ്ട്. പക്ഷെ അങ്ങനെ തിരിയാനൊരു വഴി കാണിക്കണ്ടേ? മോസ്കോയിലേക്ക് എഴുതിയും വെച്ചിട്ടില്ല. മാപ്പ് തെക്ക് വടക്ക് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഹൈവേയിലാണ്, ഒരു മനുഷ്യനോട് ചോദിക്കാനും പറ്റൂല. ലാസ്റ്റ് എന്ത് ചെയ്തു, ഇത് ഇവിടെ റോഡ് പണിക്കാരുണ്ട്, അവരോട് ഞങ്ങൾ വണ്ടി നിർത്തി ചോദിക്കും കേട്ടോ. വേറെ വഴിയൊന്നും കാണുന്നില്ല. നോക്കിയേ, വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. വേറെ ഒരു വകുപ്പും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വണ്ടി അവിടെ റിവേഴ്സ് വരുന്നുണ്ട്. ഞങ്ങൾക്കാണ് ഒരു സംശയം. കടൽ പോലെ മഞ്ഞ് കിടക്കുക, കടൽ പോലെ മഞ്ഞ് കിടക്കുന്നു. По этой дороге едешь, вот на красную. То есть это неправильно показывает, это неправильно показывает. Да, а вот едешь вот по этой сейчас, должен ехать вот здесь. А это неправильно показывает, это неправильно. Да. Вот сейчас едешь, вот здесь. Вот сейчас, в данный момент, вот здесь. Вот. И вот она едешь, объезжаешь город, вот, и возвращаешься потом. Вот, если увеличим. ലിബിൻ പോയി ചോദിച്ചോട്ടോ, വഴി മാറിയിട്ടില്ല. എന്നാ പറഞ്ഞേ? എന്നാ സംഭവം എന്നാടാ? മോസ്കോ സ്ട്രൈറ്റ് ആണ് പറഞ്ഞത്. മോസ്കോ സ്ട്രൈറ്റ്. അപ്പൊ എന്തോ വേറെ ലൈനിൽ കയറാണ്ടാ ലിബിനെ. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഴയ റൂട്ടും കണ്ടാ നോക്കിയത്. ഇതാണ് പുതിയ റൂട്ടാണ്, ഇതാണ് പെട്ടെന്ന് എത്തുന്നതെന്ന് പറഞ്ഞു. ആണോ? ഇവരുടെ ഭാഷയിലാ പറയുന്നത്. പേടിപ്പിക്കുന്ന പോലെ സംസാരം. എന്റെ ദൈവമേ, ആദ്യം തന്നെ ചില ചാടി കയറുന്ന പോലെ തോന്നും. പക്ഷെ ഇവരുടെ രീതി അങ്ങനെയാട്ടോ. എന്നാ പൊക്കോ ആയിട്ടോ നോക്കിയവർക്ക് ഒറ്റ വീശനില്ല. നമ്മുടെ വണ്ടിയുടെ മാക്സിമം സ്പീഡാണ് 100 അല്ലെ 110. ഇവിടെ നമുക്ക് മാക്സിമം പോകാൻ പറ്റിയത് 110. 95-ലാണ് ഇപ്പം പോകുന്നതെന്നാണ് ഓൺലൈനിൽ കാണിക്കുന്നത്. കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മളെന്തായാലും ഈ കാണുന്ന വഴിയെ വെച്ചടിക്കുവാണ്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ 2 വരിയുള്ളൂ കേട്ടോ ഒരു ലൈനിൽ. മൊത്തം 4 ലൈനാണ്. ഇവിടെ ട്രക്കില് ഇതുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ കഴിയാനായല്ലോ. എണ്ണ ഏകദേശം തീരാറായി. ഗ്ലാസ്സിലൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ട്രക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാട്ടോ ഗതി. നമ്മുടെ ഗ്ലാസ് എല്ലാം പിന്നെ കുളമായി കൈ. ആ ട്രക്കിനെ ഒരിക്കലും മുന്നിൽ വിടരുതായിരുന്നു. നമുക്ക് പറ്റിയ തെറ്റാണത്. പോകുന്ന റോഡിന്റെ അപ്പുറം ഇങ്ങനെ മാത്രമുള്ളൂ കേട്ടോ. വെളുത്ത് കിടക്കുന്ന മഞ്ഞ്, തൊട്ടപ്പുറത്ത് ഒന്നുമില്ലാതെ നഗ്നനായി നിൽക്കുന്ന പിന്നെ മരങ്ങൾ, വേറെ ഒന്നുമില്ല കേട്ടോ. ഏത് വശത്തോട്ട് നോക്കിയാലും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഏത് വശത്തോട്ട് ക്യാമറ തിരിച്ചാലും എവിടെ ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ, മോസ്കോ ഒക്കെ കഴിയണം ഇനി ഒരു നല്ല കാഴ്ചകളോ സംവിധാനങ്ങളോ ഒക്കെ കിട്ടണമെങ്കിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കേട്ടോ. കാരണം ഈ വശമൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്ത് കിടക്കും. അല്ലടാ ലിബിയ? പിന്നെ മോസ്കോയുടെ ഒരു പകുതി എത്തുമ്പോഴത്തേന് ഇത്ര മഞ്ഞ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കസാക്കിസ്ഥാനിൽ നിന്നാ കരുതിയെന്നറിയാമോ, റഷ്യയിൽ കയറുമ്പോഴത്തേന് മഞ്ഞ് ഉണ്ടാവുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും കൂടുതൽ മഞ്ഞ്. ഇവിടെ നമുക്ക് ചീട്ട് കീറിയിട്ട് പോയാലോ? ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് നേരെ ഇന്ന് ഇതിൻ്റെ അകത്ത് കയറുക. പൊത്തുള്ള സ്ഥലത്ത് കയറിയാലോ?
അങ്ങ് അവിടെ കയറി അവിടെ ആളുണ്ടാവും. ഗൈസ് ഫൈനലി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ തീരുമാനിച്ചേട്ടോ. അവിടെ ആളുണ്ട്. ആ അതെ സ്ലിപ്പ് കൊടുക്കണം പൈസ കൊടുക്കണം. അതാ ഗൈസ് ഇവിടുത്തെ ടോൾ ബൂത്തൊക്കെ വിചിത്ര ടോൾ ബൂത്തുകളാട്ടോ. സ്ലിപ്പ് കൊടുക്കണം ലിബി. സ്ലിപ്പ് കൊടുക്കാൻ നേരത്ത് ബേക്ക് എടുക്കണോ? ഹിന്ദു ഇന്ത്യ എന്നാടാ പെണ്ണുങ്ങളാ? എത്രയാടാ? എത്രയാ? ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറയടാ. ടൈപ്പ് എത്രയാ പറയാ? 200 കൊടുത്തിട്ട് പോരാ. 1000 സംതിങ് രൂപ. 1100. ഇത് പിടിച്ചേ, ഞാൻ കറക്റ്റ്. ദൈവമേ, 1000 രൂപ ഒരു ടോളിനോ? കുടുംബം പോകൂലോ? എത്ര ഉണ്ടോ എൻ്റെ അമ്മച്ചി? കൊടുക്കുന്ന ചോദിക്കട്ടെ, പൈസ കൊടുക്കുന്ന 1000 എത്ര? ദൈവമേ, ഒടുക്കത്തെ ടോളാട്ടോ. 1100 രൂപ നാട്ടിലെ. എത്രയാടാ? ഇനിയും വേണോ? ചിരി നോക്കിയേ അമ്മച്ചിയുടെ. അമ്മച്ചി ചിരിക്കും കേട്ടോ. ഇത് ഭയങ്കര ടോളായി പോട്ടോ. നീ ഗൂഗിൾ ട്രാൻസാക്ഷൻ ഒന്നും എടുത്തേവരെ? അതൊന്നും അവര് പറഞ്ഞു. ഇതെന്താണ് ഇത്ര ടോള്? അല്ല, മൊത്തത്തിൽ 3000 രൂപയല്ലേ? ഇനി 3 ഉണ്ടാവുള്ളൂ. മൊത്തം 3 ഉണ്ടാവുള്ള. ആണോ? ആയിരിക്കും. ഓഹ്, വമ്പൻ ടോളാട്ടോ. നമ്മൾ ചിന്തിച്ച പോലെ അല്ല. ഇന്ത്യ പോലും ഇല്ല കേട്ടോ ഇത്ര ടോള്. തുറന്നു വന്നു. 1100 സ്ലിപ്പ് വന്നില്ലേ? സ്ലിപ്പ് തന്നു. സന്തോഷമായില്ലേ? ഹായ് സന്തോഷം. ഇത് വലിയ വണ്ടിക്ക് അടിക്കുന്നങ്ങാണ്ട് അടിച്ചു തന്നെ നോക്കി. ഞങ്ങൾ പറഞ്ഞ കള്ളല്ല കേട്ടോ, സത്യം ഇതാ 1100 രൂപ. പക്ഷെ ബാക്കിയൊക്കെ ഉള്ളത് ഇവിടുത്തെ ഭാഷയിലാട്ടോ. ഏകദേശം ഇവിടുത്തെ പൈസ നമ്മുടെ നാട്ടിലത്തെ പൈസ ഏകദേശം ഒന്നുപോലെ തന്നെ. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം. കൂടുതൽ നമ്മുടെ നാട്ടിലെ പൈസ. നേരത്തെ തിരിച്ചായിരുന്നു. ഇവർക്കായിരുന്നു മൂല്യം കൂടുതൽ. ഞങ്ങളെ ഹൈവേ കൂടെ പോവായിരുന്നേ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ദൃശ്യത്തിൽ എന്ത് കണ്ടു? ഒരു ചെറിയൊരു വില്ലേജ് കണ്ടു, റഷ്യൻ വില്ലേജ്. അപ്പൊ ഞങ്ങൾക്കൊരു പൂതി ജസ്റ്റ് ഒന്ന് കണ്ടു കളയാന്നുള്ളത്. റഷ്യ പല സ്ഥലങ്ങളിലും വിദേശികൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. 100% ഉറപ്പാണ്. പിന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. നമ്മൾ ഏത് ഭാഷയിൽ പറയും? ഞങ്ങളെ ഫൈനലി ഇങ്ങോട്ട് കയറോട്ടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത, കുരിശടികളുണ്ടാവും കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും. അത് ഞങ്ങളുടെ വണ്ടിയിൽ ഒട്ടിച്ചാക്കുന്ന റഷ്യൻ ഓഷന്റെ ക്രോസ് ഇല്ലേ? ഓഷൻ അല്ല, ഓർത്തഡോക്സ്. ആ ക്രോസ് ആണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒരു കുരിശടി ഉണ്ടാവും, പള്ളി ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം നമ്മളൊന്ന് നിരീക്ഷിക്കട്ടെ കേട്ടോ ഇറങ്ങാൻ വേണ്ടി. ആരും പുറത്ത് കാണാനില്ല. അതുണ്ടാവില്ല. ഒരു ടവർ ഉണ്ട് അല്ലേ? ജനസംഖ്യ എന്ന് പറഞ്ഞ സാധനം ഇത് ഇങ്ങനെ മഞ്ഞ് പിടിച്ച് കിടക്കും കേട്ടോ റോഡ്. ഇവിടെ ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. വില്ലേജ് കണ്ടിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞങ്ങളെ നൈസായിട്ട് സൈഡ് ആക്കണ്ട, റോഡിൽ തന്നെ ഇട്ടെ. ഇവിടെ ഇടാ, റോഡിൽ തന്നെ ഇട്ടെ. കൂടി വന്ന 2 തെറിയല്ലേ കിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ ഒന്ന് വണ്ടി ഒതുക്കി ജസ്റ്റ് ഒന്ന് റഷ്യൻ വില്ലേജ് കാണുക. ജസ്റ്റ് ഒന്ന് കാണുക. അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല കേട്ടോ. കാരണം 1 പറഞ്ഞ് 2 പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ട് ചൂടാവും അല്ലേ? നേരത്തെ നല്ല ചൂട് അറിഞ്ഞിട്ട് ഇവനെ അടയ്ക്കണ്ട കേട്ടോ വണ്ടിയാ. താക്കോലൊന്നും ഞാൻ എടുത്തില്ല. എൻ്റെ അപ്പച്ചി കുഴി പോയി. ഓ ഗൈസ്, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. എന്താ രസമെന്നറിയാവോ? മഞ്ഞും നമ്മൾ ഈ TV കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വീടുകളൊന്നും അല്ല. ഇതുണ്ടോ ഏകദേശം ഇതേപോലത്തെ വീടുകളാട്ടോ. ഇതേ അവരുടെ സാധാരണ നോർമൽ ലാഡയുടെ പഴയ കാറ്. വലിയ തണുപ്പില്ല കേട്ടോ. മഞ്ഞ് വീണ് കിടപ്പുണ്ടെങ്കിൽ -4 ഒക്കെ ഉള്ളൂ. വലിയ ഇത് ഇല്ല കേട്ടോ. നല്ല ചൂടാ ഇപ്പം അല്ലേ? അത് കാരണം ഗ്ലൗസ് ഇട്ടത്. ഗൈസ് ഇതാണ് ആ കുരിശ് കേട്ടോ. ഇതാ റഷ്യൻ ഓർത്തഡോക്സിന്റെ ക്രോസ് കണ്ടോ? കറക്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. ഞങ്ങളുടെ വണ്ടിയിൽ ചാത്താങ്കുരിശ് എന്നൊക്കെ പറഞ്ഞു. എല്ലായിടത്തും ആ കുരിശടിയിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. അവിടെ ഗൈസ് നോക്കി ഇതുണ്ടോ എന്താ സെറ്റപ്പ്. എല്ലാം ഒരു പഴമ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ ഫുൾ. ഗൈസ് ഇവിടെ എങ്ങനെ വെച്ചാൽ കസാക്ക് പോലെ ആൾക്കാർ ഓടിയൊന്നും നമ്മുടെ അടുത്ത് വരുമൊന്നുമില്ല. അവിടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ അടുത്ത് പോയി പൂര തെറിയായിരിക്കും. ഇതൊക്കെ എന്നാടാ? ഇതിൻ്റെ അകത്തൊക്കെ എന്നാ വീടാന്ന് എനിക്ക് തോന്നുന്നു. ഇവരെ പ്രൈവസി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നവരാ. അതുകൊണ്ട് ഓവർ നമ്മൾ ഒന്നിനും പോകാതിരിക്കുന്നതല്ല. ഇതൊക്കെ നോക്കി. പുള്ളിക്കാരൻ സെറ്റായി. ആണോ? ഹായ് ഗൈസ് നോക്കുക. അവിടെ ഒരു റൂസ്കി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്. വണ്ടി ഇവിടെ അവിടെ നിർത്തി കിട്ടു. എന്താ രസം സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. എന്താ ഫീലിങ്. ഇതിൻ്റെ അടി മണ്ണ് തന്നെ കേട്ടോ. മണ്ണാണോ? മഞ്ഞ് പെയ്ത് തുടങ്ങി. ഇവിടെ ഒന്നും ആരും ക്ലീൻ ആക്കുമൊന്നുമില്ല കേട്ടോ. ഇതെവിടെ ഒരു വണ്ടി കിടക്കുന്നില്ല.
ഇതൊക്കെ ഈ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നുന്നു കേട്ടോ. അല്ല താമസമുണ്ട് അതിനകത്ത്, താമസമുണ്ട്. ഓ ഈ വീടുകൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. USSRന്റെ കാലത്തുള്ള മരം കൊണ്ടുള്ള വീടുകളായിരിക്കും. ഓ എന്താ രസം. ഹായ് ബ്രോ. ഇത് ഇന്ത്യ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ, ഇന്ത്യ. എന്താ ഇന്ത്യ. home house. You know English little bit? This name village name Не понимаю. Переводчик нужен. ഗൈസ് നോക്കൂ, ട്രാൻസ്ലേറ്റർ ഇട്ട് കാണിച്ചത്. ഇത് ദിസ് ഇസ് ലാഡ ബ്രദർ, ലാഡ. Да, ладно. ഗൈസ് ഇത് ദൈവമേ ഇവിടെ മൊത്തം പാച്ച് കയറി കിട്ടോ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. ഇതുണ്ടോ റഷ്യൻ നമ്പർ പ്ലേറ്റ്. എന്താ സെറ്റപ്പ് സാധനം നോക്കിയേ. പഴയ ലാഡ കേട്ടോ. ലാഡ എന്ന് വെച്ചാൽ ഇവരുടെ മദർ കമ്പനിയാണ് ഈ ലാഡ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണാവോ ഇതിൻ്റെ അകത്തൊക്കെ തൂക്കിയിട്ടാക്കുന്നത്, ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. എന്താ രസം. ഇത് മഞ്ഞ കേട്ടോ, നല്ല കീടിലൻ ഗ്രാമം. പുള്ളിയുടെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം കേട്ടോ, ഈ ഉപ്പിടും റോട്ടിൽ ഉപ്പിടുന്നതുകൊണ്ട് വണ്ടിയൊക്കെ ഇതുപോലെ പാച്ച് കയറും. പെട്ടെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ മഞ്ഞ സമയങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വാട്ട് ഈസ് ആർ യു വിച്ച് വേ ആർ യു? മോസ്കോ. Чай, кофе. No. Just see. No. Голодный? Okay. Удачи вам. ഗൈസ്, പുള്ളിക്കാരനോട് ഞങ്ങൾ ടാറ്റ പറഞ്ഞു. ഇതൊക്കെ എന്താ സംഭവം എന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു കിടക്കണേന്ന് നോക്കിയേ. ഇതൊക്കെ എന്താടാ ഇവനെ? വില്ലേജുകളാണ്, പഴയ വില്ലേജുകളാണ് അല്ലേ. രണ്ട് സൈസ് ഉണ്ട്. അത് ഗ്രാമത്തിലും വീടുണ്ടാവും, ടൗണിലും വീടുണ്ടാവും. മഞ്ഞ് കൂടുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഉണ്ടോ പാച്ച് കറിയാക്കുന്നത്. ഇത് ഉപ്പിടുന്നതായതുകൊണ്ടാട്ടോ. ഉപ്പിടുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ വണ്ടിക്ക് ഭയങ്കര, നമ്മുടെ വണ്ടിയൊക്കെ ഇനി എങ്ങനെയാവും അറിയില്ല. അണ്ടർ സാധനമൊക്കെ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്നാലും അല്ലേ ഇവനെ ഒരു കണ്ണില്ലല്ലേ, ഒരു കണ്ണടിച്ചു പോയി. ഗൈസ് ഇതുണ്ടോ എന്താ സ്ഥലങ്ങൾ നോക്കി. എങ്ങോട്ടൊക്കെ ഗ്രാമങ്ങളാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഗ്രാമങ്ങളാണ്. നമ്മുടെ വണ്ടിക്ക് ഒരു കണ്ണില്ല. അതിന് മോസ്കോയിൽ നിന്ന് വേണം മേടിച്ച് വെക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ ദിവസമൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ സാധനം അടിച്ചു പോയതാ, ലൈറ്റ് പോയെന്ന് സാധനം. ഫാൻ പോലത്തെ സാധനം. എന്താണ് ഇത്? അത് നോക്കിയാ ഫാൻ പോലത്തെ സാധനം ഇതല്ലേ. ഇതൊക്കെ എന്താണാവോ? റഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു 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 അഗ്രസീവ് ആട്ടോ മൊത്തത്തിൽ എല്ലാം കൂടെ നമ്മൾ നോക്കാൻ നേരത്ത്. അല്ലേടാ ഇവനെ പുറത്തുനിന്ന് കാണുന്ന റഷ്യ അല്ല, അകത്ത് കയറുമ്പോൾ. അകത്തുനിന്ന് കയറിയ റഷ്യ അല്ല, പുറത്തുകൊണ്ട്. ഇതൊക്കെ ഈ കാണുന്ന ഇവിടെ നമ്മൾ ഈ ക്യാമറ തിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ വില്ലേജുകളാണ്. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആളില്ല. നമ്മുടെ നാട് പോലെയല്ല കേട്ടോ. എവിടെ കൊണ്ട് തിരിക്കും? ലോകത്തിലെ ജനസംഖ്യ കൂടിയ ഒന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇതാ എവിടെ ഇട്ട് തിരിക്കാം. ഞാൻ ഇവിടെ ഇട്ട് തിരിച്ചിട്ട് വരാം. ഇവിടെ നോക്കിയോട്ടോ. നോക്കണം, അത് കാല് വെച്ചിട്ട് ചവിട്ടി നോക്കണം ഇത് താഴുന്നുണ്ടോന്ന്. ഇല്ലടാ, അവിടെ വണ്ടി തിരിച്ച് കയറിയാടാ ഇവനെ. ഇതോ റോഡാ ഇതിലെ എനിക്ക് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. ഇവന് നേരത്തെ പറയാൻ അതായത് ഇവിടെ മഞ്ഞ് മാറ്റുന്നുണ്ട്. അത് ആഴ്ചയിൽ ഒന്നാന്നേ ഉള്ളൂ. ഇങ്ങോട്ട് കയറ്റിക്കും, ഇതാന്നല്ല ഇങ്ങോട്ട് കയറ്റിക്കും. അപ്പോൾ കാഴ്ച ഇവിടെ നമ്മൾ നോക്കിയില്ലേൽ വണ്ടി മഞ്ഞിൻ്റെ ഉള്ളിലോട്ട് പോകും. മഞ്ഞിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ടയർ തെന്നി. ഇതുണ്ട് ഇവിടുത്തെ ഒരു നേരെ പോയി എടുക്കുന്നതാണ് നല്ലത്. അതെ, കഴിഞ്ഞ വർഷം ലഡാക്കിലൊക്കെ ഇതേപോലെ വണ്ടി താന്നായിരുന്നു. നേരെ മുന്നോട്ട് പോകുന്നു, നേരെ റിവേഴ്സ് എടുക്കുന്നു, ഓടിക്കുന്നു. റോട്ടിൽ നിന്ന് അധികം ഇറക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതാവുമ്പോൾ തെളിഞ്ഞ. പക്ഷേ ഇവിടെ വണ്ടി ചവിട്ടേ കിട്ടും. എന്നാ നടത്തില്ല, നമ്മുടെ ടയർ ഇതിനോട് ഒത്തിട്ടുണ്ട്. അത് കാരണം പ്രശ്നമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യത്തെ മഞ്ഞടിക്കാൻ നേരത്ത് നമ്മൾ വണ്ടിയുടെ ടയർ കടാന്ന് പറഞ്ഞ് തെന്നുമായിരുന്നു. നേരെ തിരിച്ചു, നേരെ പോകുന്നു. ഈ കാണുന്ന JCB ഒക്കെ ഇല്ലേ, അതായത് മഞ്ഞ് മാറ്റാൻ വേണ്ടി പോകുന്ന JCB ആണ്. അത് ഓരോ പ്രൈവറ്റ് വ്യക്തികൾ വിളിക്കും, അവർ പോകും. നമ്മുടെ ഇവിടെ മണ്ണ് മാറ്റാനല്ലേ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മാറാൻ ഇതുണ്ടോ ഒന്ന് നോക്കി. 80 ടയർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിന്റെ പ്രശ്നം വീട്ടിൽ കയറിയിട്ട് ചായ കുടിക്കാൻ. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്നാ സ്നേഹമെന്നറിയാവോ? ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു പറയുന്നത്. അങ്ങോട്ടും ഇതിലും വലിയ ഗ്രാമങ്ങളുണ്ട്. അങ്ങോട്ട് പോകണ്ടവനെ
ഇവിടെ ഇതുപോലത്തെ സ്ഥലത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി റിസ്ക് ആട്ടോ. അതായത് ചെറിയ ഗ്രാമത്തിൽ ചെന്ന് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, വലിയ ഗ്രാമത്തിൽ ചെന്നിട്ട് നല്ല സ്നേഹം കൂടും. ആ ഹൈവേ ഉണ്ടോ അതിലെ വണ്ടികൾ ഓടുന്നത്, ആ ഹൈവേയിലാണ് ഇനി നമുക്ക് വണ്ടി കയറ്റണ്ടേ, അതിൽ വേണം ഓടാൻ വേണ്ടി. ഇത് ഓൾ ടെറൈൻ ടയർ ആയതുകൊണ്ടേ ഗൈസ്, നമ്മുടെ ഇത് ഓൾ ടെറൈൻ ടയർ ആയതുകൊണ്ട് ഓൾ ടെററിൽ ഓടാം, അതാണ് നമ്മൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഉസ്ബക്കിലും കസാക്കിലും നൈസായിട്ട് തന്നെയായിരുന്നു, ഇവിടെ വലിയ കുഴപ്പം തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന മഞ്ഞത്ത് കിടന്ന് ടയർ ഒന്ന് പമ്മിന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ നമ്മുടെ കരിങ്കല്ലും കൊണ്ട് നമ്മൾ കയറി വന്നതല്ലേ ടയർ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം, മറന്നുപോകും, അങ്ങനെ പ്രശ്നമുണ്ട്. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ റോഡിലെത്തി, ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് ഇനിയുണ്ട് കേട്ടോ 910 കിലോമീറ്റർ. അതായത് നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പുറത്തെ വശത്തു നിന്ന് അങ്ങോട്ട്, ഇവിടെ എന്ന് വെച്ചാൽ ഈ വശത്തു നിന്ന് ഇങ്ങോട്ട്, അങ്ങനെയല്ലേ ഇവനെ? അതെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഉൾട്ടയാണ് നമ്മളിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഏതോ 2 രാജ്യങ്ങളും നമ്മുടെ അവിടുത്തെ പോലെ ഓടിക്കുന്നത്. നാട്ടിൽ പോകാൻ നേരത്തുണ്ടല്ലോ നമ്മള് ആദ്യത്തെ ഒരു 2 ദിവസം നമ്മള് മാറിപ്പോത്തുന്നില്ല, പക്ഷെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 2 ദിവസമൊക്കെ നമ്മൾ എപ്പോഴും പുതിയ വണ്ടി ഓടിക്കും. ഏതോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ അങ്ങോട്ട് ഓടിക്കുന്നത്, അതാണ് ബ്രിട്ടൻ മാത്രമല്ല. ഗൈസ് ഇതുണ്ടോ, ഇത്രയും നേരം വരെ 4 വരിപ്പാതയായിരുന്നു, ഇപ്പൊ അത് മാറി 2 വരിപ്പാതയാവുന്നു. ഇതേ ട്രക്ക് ഇടുന്ന സ്ഥലങ്ങളാട്ടോ. ട്രക്ക് മാത്രമല്ല, അവിടെ ഫുഡും കിട്ടും. ദാബ, നമ്മുടെ നാട്ടിലെ ദാബയില്ലേ, ഏകദേശം ആ ഒരു സെറ്റപ്പ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ നമ്മുടെ നാട് പോലെ തന്നെ ഓരോ പ്രൊവിൻസിനും ഓരോ രീതിയാണോ, പ്രൊവിൻസ് മീൻസ് സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ്, അതിനൊക്കെ ഓരോ രീതിയാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിപ്പം സെക്കൻഡ് ഡേ അല്ലടാ, സെക്കൻഡ് അല്ല 3 ദിവസമായില്ലേ? 3 സത്യം പറഞ്ഞ ദിവസങ്ങൾ പോലും ഓർമ്മയില്ല. ഗൈസ് 64 രൂപ ഡീസൽ. ചില പമ്പി കുറവ്, ചില പമ്പി കൂടുതല്. ഇവിടുന്ന് പക്ഷെ എല്ലാവരും അടിക്കുന്ന കാണുന്നോട്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനിയിപ്പോ നമുക്ക് മറ്റേ നമ്മുടെ ഫുൾ എണ്ണ കയറിയില്ല, പൈസ തിരിച്ചു മേടിക്കാൻ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പെട്രോളിന് പൈസ കുറവാട്ടോ. അത് ലോകരാജ്യങ്ങളിൽ എല്ലാത്തിലും പെട്രോളിന് വില കൂടുതലും, അല്ല പെട്രോളിന് വില കുറവും ഡീസലിന് വില കൂടുതലും കേട്ടോ. അതിനെ തിരിച്ചായിരുന്നു കേട്ടോ. നമ്മളിവിടെ പോയിട്ട് പൈസ അടയ്ക്കണം, പൈസ അടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി കേട്ടോ. ക്ലീൻ ആക്കുന്നുണ്ടല്ലോ ഇവര്. കണ്ടിട്ട് വലിയ സുഖമില്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ മാറ്റി അങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോയേക്കാം, ഫ്രണ്ടിൽ പോയിട്ട് അടിക്കാം. വണ്ടിയുണ്ടാ പെട്രോൾ പമ്പിന്റെ എണ്ണ അടിക്കുന്ന സാധനം. വണ്ടിയാ പെട്ടെന്ന് കയറ്റിക്കോ. ആണോ? എണ്ണ അടിക്കുന്ന സാധനം ഊരി പോകുന്ന പോലെ ഇരിക്കുന്നത് അല്ലേ? സത്യം. നമുക്ക് അടുത്തേക്ക് പേടിക്കാം. വണ്ടി നോക്കണേ, ഒരു വണ്ടി ഉണ്ട് ബേക്കില്, നോക്കണേ. എല്ലാം 100 കിലോമീറ്റർ സ്പീഡാ കേട്ടോ. നമ്മുടെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നോക്കിക്കാടില്ല, ബിൽഡിങ്ങുകളൊക്കെ എല്ലാം ഒരു പൊളിഞ്ഞു കിടക്കുന്ന പോലെ സെറ്റപ്പാട്ട്. ഇതുണ്ടോ, പഴയ ബിൽഡിങ്ങുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫുൾ പോലീസാ നിൽക്കുന്നു. അങ്ങോട്ട് നോക്കുക പോലും ചെയ്താക്കില്ല കേട്ടോ. നോക്കിയാ കാശോ. ഇതാ ഇത് എന്താ ഇത്, ചെക്കിങ് ആണല്ലോ ഇവനേത്. പോലീസുകാർ നമ്മളെ കണ്ടോ മാറില്ലോ, നമ്മളെ കണ്ടോ തല പുറത്തോട്ട് വെച്ചല്ലോ. ഗൈസ് ഇഷ്ടം പോലെ നമ്മളെ ക്ലിയർ ആണ്. വിദേശികൾ അധികം ഒരു രാജ്യത്ത് നമ്മളെ ഇതാക്കൂല കേട്ടോ. ക്ലിയർ ആണ്, ക്ലിയർ അല്ലെങ്കിൽ പണി പോകും. അപ്പാർട്ട്മെന്റുകളാണ് ഇത്. USSRന്റെ കാലത്തുള്ള അപ്പാർട്ട്മെന്റുകളാണ്, പഴയ റോഡിന്റെ സൈഡുകളിലൊക്കെ കാണുന്നതേ ഇതൊക്കെ അപ്പാർട്ട്മെന്റുകളാട്ടോ. ഏത് പമ്പിൽ കയറി അടിക്കും. ഒരു പമ്പ് ഇതാ, ഏത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റൂല, പിന്നെ പമ്പും ഇല്ല. ഇവിടെ തന്നെ കയറാം. ഏകദേശം ഒന്ന് തന്നെയാ. ഇവിടെയോ? ഇനി സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇത് വലിയ കുഴപ്പമില്ലടാ. പിന്നെ ഇവിടെ എത്രയാ DT? 66. വിന്റർ DTക്ക് പൈസ വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാം എടുക്കുന്ന ഇത് കണ്ടോ, ആ കറക്റ്റ് ഇവിടെ യാൻഡെക്സിലെല്ലാം കാണിക്കും കേട്ടോ. ഏതാ ഫ്യൂവൽ ചൂസ് ചെയ്യണ്ടേ, എന്താ അടിക്കണ്ടേ, ഏതാ വേണ്ടേ, എല്ലാ സംഭവം കിട്ടും കേട്ടോ. ഇവിടെ പൈസ കൊടുക്കും. ഇതൊരു അത്യാവശ്യം വലിയ ഇത് തന്നെയാണ്. ഇവിടെ DT എന്നുണ്ടോ? DT അതില്ല ഇവിടെ, അതില്ല. ദൈവമേ, അടുത്തത് നോക്കാം. 95, 96 എന്നൊക്കെ പറഞ്ഞാൽ ആ വണ്ടി എടുക്കുന്നല്ലോ. അല്ല, ഇതിനപ്പുറത്തൊരു കുഴലുണ്ടല്ലോ. അവിടെയോ? നോക്കട്ടെ. DT അത് തന്നെ, 2 DT ഉണ്ട്. നോർമൽ DT അടിച്ചാൽ മതി. നോക്കിയാ കറക്റ്റ് ഗ്യാപ്പാണ്. നോക്കിയടാ, ഇതിനകത്ത് അടിക്കണ്ട നമുക്ക്. നീ നോക്കി ഗ്യാപ്പ് കറക്റ്റാണോ നോക്കിയേ. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് 5000-നൊക്കെ വലിയ വലിയ നോട്ടുകളുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ചില സ്ഥലത്ത് പറ്റിക്കൂടെ. നമ്മൾ 2 പ്രാവശ്യം എണ്ണ അടിച്ചപ്പോഴും ഇതെന്താണ് സംഭവം, ഏതൊക്കെ ഉള്ളതെന്നുള്ള കാണിച്ചു തരുന്ന കേട്ടോ. എന്തൊക്കെ സെറ്റപ്പാണാവോ. പോയി അടിക്കട്ടെ. അവിടെ ആദ്യം എടുത്ത് വെക്കണം. ഇവിടെ എല്ലായിടത്തും റഷ്യയുടെ ഫ്ലാഗും പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു, കമ്പനിയുടെ ഫ്ലാഗും സംഭവമൊക്കെ ഉണ്ട്. ലിബിനെ അത് കറക്റ്റ് എത്തും. ഇതാണ് DT.
വണ്ടി പൂട്ടിയാവോ? പോയോ? ഞാൻ അവിടെ ഉണ്ട്. ആദ്യം വെക്കണോ? എന്നാ ഇത് നമ്പർ എത്രയാ? 3. ഇതിനി ചെന്ന് ഉള്ളിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് പറയേണ്ട പോലെ കേട്ടോ. അല്ല, നമുക്ക് മറ്റൊരാളെ കൊണ്ട് അടുപ്പിക്കാന്നേ. ഇവിടെ അടിക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ അവർ ഒളിച്ചിരിക്കും. എത്രയുടെ വണ്ടിയെ കയറിയാ? വണ്ടി 25 ലിറ്റർ. അത്ര കയറിയുള്ളൂ? ഏറാ വണ്ടി ഫുൾ ഏറാ, അതാ വിഷയം. ഇതിൻ്റെ അകത്ത് കുറച്ചടിച്ച് കയറ്റുക, ബാക്കി അവിടെ കൊണ്ട് കാണിച്ചിട്ട് പൈസ തരാൻ പറയാം കേട്ടോ. അതായിരിക്കും നല്ല. കാശ് ഏകദേശം തീരാറാ കേട്ടോ. ഇനി 10. ഇനി അതിൻ്റെ അകത്ത് അടിക്കടാ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഹീറ്ററിൽ അടിച്ചോ? ഇത് അടിക്കാൻ പറ. ബാക്കിയേ തിരിച്ചു മേടിക്കണോ? അല്ല, വണ്ടിയിലകത്ത് ഒന്ന് നോക്കണേ. ഊതാ. ഞാൻ ഇത് വെക്കാൻ സമ്മതിക്കൂല. വെച്ചാ പോയി കുളിക്കാട്ടോ. വേറെ വഴിയൊന്നും അടുപ്പ് വെപ്പിക്കല്ലേ. ഊതാ. നീ അവിടെ പോവാടാ. വണ്ടി ഫുള്ളാ. ഇതും അടിച്ചോ? വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതേ ഇവിടെ എവിടെയും ഒന്ന് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം എവിടെ ചോദിക്കാൻ പോവാട്ടോ. അപ്പാ ഇതിലേതാണോ? ഇതാണോ? അകത്ത്. അകത്ത്. അകത്താ? ഗൈസ് ഇത് കണ്ടോ, വില്ലേജുകൾ നോക്കിയേ. എൻ്റെ മോ, എങ്ങനെ ഇവരൊക്കെ ജീവിക്കുന്നു. ഇതുണ്ടോ ഒരു പുള്ളിക്കാരനെ, ആ വീട്ടിലെ പട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. പട്ടിക്കുള്ള എന്താ സാധനമൊക്കെ ആയിട്ട് ചെല്ലുവാ. ദൈവമേ, ഇത്രയും മഞ്ഞത്ത് എങ്ങനെ ഈ ജനം ജീവിക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ എന്തോ ഫാക്ടറിയും പഴയ ട്രാൻസ്ഫോമറും സംവിധാനമൊക്കെ ഉണ്ട്. ഇത് വലിയ രാജ്യമല്ലേ, എല്ലാം കൺട്രോൾ ചെയ്ത് തന്നെ വലിയ പരിപാടിയല്ലേ. ലിവിനെ മൂത്രപ്പുരയെ പോയിട്ടുണ്ട്, ഞാനും പോട്ടാട്ടാ. ഗൈസ് ഇവിടെ എണ്ണയൊക്കെ ഇറക്കുന്നതേ പെണ്ണുങ്ങളാട്ടോ. ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ ലിവിനെ. എണ്ണയൊക്കെ ഇറക്കുന്ന പെണ്ണുങ്ങളാട്ടോ. അവർ എണ്ണ ചെക്ക് ചെയ്യുക. ഈ ലോഡ് ഇറക്കാനുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, പുള്ളിക്കാരി എന്തൊക്കെയോ സംസാരിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ദേശക്കാരാ. ഗ്യാസിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. എത്ര പെട്ടെന്ന് വിട്ടേക്കാം. വാ വിടാം. സമയം നെഹി ഹേ ഗായ്സ്. അതിൻ്റെ അകത്ത് സാധനം തീർന്നു തോന്നുന്നു കേട്ടോ. ആൻറ്റി ഫ്രീസ് പോവാടാ. ആൻറ്റി ഫ്രീസ് ചോദിക്കണോ? വേണ്ട. ആൻറ്റിക്സ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരു സമയത്ത് നമ്മളൊന്ന് ഞെട്ടിച്ചു. പേട്ട ലുക്ക് സ്ഥലം, എന്താ സ്ഥലം, എന്താ രസം. എതിനെ കടല പോലെ മഞ്ഞ്, അതിന്റെ അപ്പുറം മരം. നല്ല പെട്ട സ്ഥലം കേട്ടോ. നല്ല കടല് പോലെ കിടക്കണ മഞ്ഞ് അപ്പുറം കേട്ടോ. ഇതിനകത്തൂടെ JCB വിട്ട് ഓടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീ പറഞ്ഞാൽ ഇത് തൊട്ടപ്പുറത്ത് കൃഷിഭൂമികളാണ് മൊത്തം. कोई तो है खुदा जिसकी दुआ से हो तुम मेरे दिल में सदा. कोई तो है खुदा जिसकी रज़ा से हो तुम मेरे जीने की वजह. ढूंढा था अब तक बस 2 पल का चैन तुम्हारे